ഈ 30,000 ഈ റെസ്റ്റോറന്റിൽ നിന്നും ഓർഡർ ചെയ്യുന്ന കസ്റ്റമർക്ക് ആ ഓർഡറിന്റെ കൂടെ ലഭിക്കും ഒരു ചലഞ്ചാണ്. പക്ഷെ എറണാകുളം ജില്ലയിലെ ടി&ടി സ്റ്റോറുകളിൽ നിന്നും ഈ ഒരു സ്റ്റോർ കണ്ടെത്തണം. 1000 രൂപ 4 മണിക്കൂറായിരിക്കും സമയം. നമുക്ക് നോക്കാം ഏത് കസ്റ്റമർ ആയിരിക്കും അത് എന്നുള്ളത്. എന്റെ കൂടെ വരുന്ന കസ്റ്റമർക്ക് ആ ഓർഡറിന്റെ കൂടെ ക്യാഷ് കൊടുക്കണം. നമ്മൾ ക്യാഷ് ഏൽപ്പിച്ചിരിക്കുന്നു, പോയേക്കാം. കൂടെ ഇവിടേക്ക് പഠിക്കാൻ വന്നത് തന്നെ കാണുന്നെന്ന് ഒരു മനസ്സിലൊരു അച്ഛനമ്മയ്ക്ക് കൂലി പണിയാണ്. നമ്മള് പറ്റുന്ന പണിയൊക്കെ ചെയ്ത് ജീവിക്കുക. ഇപ്പൊ ഫ്രണ്ട്സറാ ഇവനെ ഞാൻ കൊണ്ടുപോകാം. സമയം ഉണ്ടാവില്ല, ഞങ്ങക്ക് പോണ്ടി വരും. ടൈമില്ല. 5000 രൂപ കിട്ടും. വേണ്ട. എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയാനാ? എനിക്ക് അറിയില്ല ഇവിടെ എങ്ങനെയാണ്. എനിക്ക് വലിയ സിറ്റിയിലൊന്നും വന്ന് എനിക്ക് പരിചയമില്ല. ഒന്നാമത് കണ്ടതിൽ സന്തോഷം, അത്രേ ഉള്ളൂ. ടി&ടി എന്നാണ് റെസ്റ്റോറന്റ് പേര്. എറണാകുളം ജില്ലയിൽ ഇപ്പൊ നിൽക്കുന്ന എടപ്പള്ളിയാണ്. ഈ എറണാകുളം ജില്ലയിൽ എവിടെയൊക്കെ റെസ്റ്റോറന്റ് ഉണ്ട് കണ്ടെത്തണം. എറണാകുളം ജില്ലക്കാരനല്ലേ, വയനാട്ടുകാരനല്ലേ, അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യണം. 1000 രൂപ 4 മണിക്കൂർ ഞാൻ സമയം തരും. 1000 രൂപ 4 മണിക്കൂർ ആദ്യം കഴിഞ്ഞാൽ ഔട്ട് ആയിരിക്കും. ചലഞ്ചിന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. പേര് നിധി. അമ്മ തൊഴിലുറപ്പിന് പോകുന്നു, അച്ഛൻ കൂലി പണിക്കാം. അമ്മ തൊഴിലുറപ്പിന് പോകുന്ന പൈസയാണ് ഞങ്ങൾക്ക് ഒരു ഉപകാരപ്പെടും. ഈ ചലഞ്ച് വിൻ ചെയ്ത ഏകദേശം കിട്ടുന്ന എമൗണ്ട് എത്രയെന്ന് പറയാം? 10,000. 10,000 ഒന്നും ഇല്ല, ശരിക്കും പറഞ്ഞാൽ 5000 ആണ്. 5000 രൂപ അമ്മയ്ക്ക് കൊടുത്തോളാം. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി? ഒന്ന് ആലുവ ഉണ്ട്, കല്ലൂരുണ്ട്, ഒന്ന് പെരുമ്പാവൂരുണ്ട്. 3 എറണാകുളത്ത് വരുന്നേ. എങ്ങോട്ടാ പോണേ? കല്ലൂര്. റോഡിന് സെന്ററിൽ നിൽക്കണ്ട, ഓടിക്കോ. കല്ലൂര്. സമയം 10 മിനിറ്റ് ആയി. 2000 രൂപ വരാം. നല്ല പോ. കല്ലൂര് ഇങ്ങോട്ടും ആലുവ അങ്ങോട്ടുമാണ്. ആലുവ അങ്ങോട്ടല്ലേ? ബസ് ഇറങ്ങിട്ട് ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. 23 മിനിറ്റ് ആയി. ഇറങ്ങാനായിട്ടില്ല. അല്ല, ഇറങ്ങാൻ ചോദിക്കാലോ. ആരുടെ അടുത്ത് വേണം ചോദിക്കാം ചേട്ടാ. ലൊക്കേഷൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റേഡിയം 30 മിനിറ്റ് ആയിട്ടോ. അവിടെ തന്നെ ചർവ വെച്ചിട്ടില്ല ഇവരുടെ ഫാസ്റ്റ് ഫുഡിന്റെ പേരേ അറിയൂല. അവിടത്തെ അയ്യോ. ഇവിടുന്ന് ആലുവയ്ക്ക് ബസ് ഉണ്ടോ? ബസ് ഇല്ല. പാതാളത്തേക്ക് ഇവിടുന്ന് ബസ് ഉണ്ടോ? അതായത് പാലാരിവട്ടം പോകണം, അവിടുന്ന് ബസ് കിട്ടണം. പാലാരിവട്ടം വരെ പോവോ? 70 മീറ്ററില്ല. നമ്മള് ചലഞ്ചിലാ. പെട്ടെന്ന് ചലഞ്ചിലാ. കുറച്ച് വേഗം പോവോ? എനിക്ക് ബ്രോനെ കാണുന്ന മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ചലഞ്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. അമ്മ ഇപ്പൊ പൈസ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടില്. ഇത് വിൻ ചെയ്ത് 5000 രൂപ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വീട്ടിലേക്ക് അമ്മയ്ക്ക് കൊടുക്കും. ഇവിടെ പഠിക്കാൻ വന്നത് തന്നെ വേറൊരു ആന്റിയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് തന്നെ. ഇതിപ്പോ ചേട്ടന്റെ ഫോൺ എന്റെ കയ്യിലുള്ള. അമ്മക്കും ഫോണില്ല, നിനക്ക് മാത്രമേ ഫോണുള്ളൂ വീട്ടില്? അച്ഛനും ഫോണില്ലേ? ഇല്ല, അച്ഛന് ഫോണൊന്നുമില്ല. പെരുമ്പാവൂരാണോ? പെരുമ്പാവൂര് തോട്ടിനൊക്കെ പോയിട്ട് അവിടുന്ന് പോവാം. ഞാൻ പറയുമ്പോ ഡയറക്റ്റ് പെരുമ്പാവൂർ ആയതാ. ആദ്യം ഇവിടെ പോവാ. ആദ്യം ആലുവ തോട്ടുമുക്കം പോവാം. നിനക്ക് എവിടെ തോന്നണേ? ഞാൻ പറയുന്നത് ഞാൻ പെരുമ്പാവൂരെ വെച്ചിരിക്കണേ. നീ പറഞ്ഞ എവിടെയാണ്? ഞാൻ പറയുന്ന ആലുവ. ഉറപ്പാ? ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോ ആലുവ ആകാനായിരിക്കും സാധ്യത. മാർക്കറ്റിന്റെ അവിടെ ഇറങ്ങാൻ പറഞ്ഞു. തോട്ടുമുക്കത്തേക്ക് ബസ് ഉണ്ടോ? ഇവിടുന്ന് 20 മിനിറ്റ് ആലുവത്തെ റെസ്റ്റോറന്റിലോട്ടും ഇവിടുന്ന് 1 മണിക്കൂർ പെരുമ്പാവൂരിലോട്ടും. തിങ്കിറ്റ് ആലോചിക്ക്. ഓട്ടോ വിളിച്ചു പോണേക്കാളും നല്ല ബസ് ഇപ്പൊ വരും. ഓട്ടോയ്ക്ക് പോവാ ചേട്ടാ. എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് ടൈം ആവാം. പെരുമ്പാവൂർക്ക് ഡയറക്റ്റ് പോണ്ട. വേണ്ട, 1 മണിക്കൂറും 57 മിനിറ്റ് പോയി. ഇവിടെ ആവാൻ സാധ്യത കുറവാ. ഫുഡ് കിട്ടിയാലോ? ഫുഡ് കിട്ടിയപ്പോ ഇവിടെ ഇല്ല. പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നു. വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനും പറ്റൂട്ടോ. ടൈം ഉണ്ടോ നോക്കാം. അവിടെ എത്താൻ പറ്റുമോ നോക്കിട്ട് ചെയ്യാം. നേരെ അങ്ങോട്ട് പോകാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ നേരെ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളെ തീരുമാനം. എന്ത് പറ്റി? എന്റെ തീരുമാനത്തിന് എഗ്രി ചെയ്തില്ല അല്ലേ? അതെ, ഞാൻ ഇവിടെ ആയിരിക്കുന്ന വിചാരിച്ചേ. കൂടുതൽ എനിക്ക് തോന്നിയത് ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ എല്ലാത്തിനോട് ഇവിടെ ഇല്ലാത്തോണ്ട് നല്ല സങ്കടമായി. എന്ത് പറ്റി? ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. എല്ലാം നടുക്കായിട്ട് വരുമ്പോഴല്ലേ ആദ്യം നമ്മൾ രണ്ടറ്റത്ത് പോകുമ്പോ നമ്മളങ്ങനെ ചിന്തിക്കാം കുറച്ച് ദൂരെ പോകണമെന്ന്. ഞാൻ അങ്ങോട്ട് പോകുന്ന പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു. വളക്കോ? ഫുഡ് ഇങ്ങനെ കഴിച്ചോണ്ട് ഒരാളെ ഹെൽപ്പിന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ചലഞ്ചാണ്. ചലഞ്ചിന്റെ ഭാഗമായതുകൊണ്ട്
ഞാൻ അവിടെ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതിന് ബാക്കി കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം ഇങ്ങോട്ടേക്ക്. കഴിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എന്തായാലും തരാം. 310 രൂപ ബാലൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ടാ ഇവിടുന്ന് പെരുമ്പാവൂർ വരെ എത്രയോ? 350. എത്ര എമൗണ്ട് അവിടെ നിന്ന് അങ്ങോട്ട്? 350. 310 രൂപയല്ലേ ഉള്ളൂ. ബസ് വരുന്നവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 മണിക്കൂർ 34 മിനിറ്റ് ആയി. സമയം 3 മണിക്കൂറും 16 മിനിറ്റ് ആയിട്ടോ. എത്തി. ഇനി അങ്ങോട്ടോ? നല്ല വിശേഷം. ഒരു വീഡിയോയിലായിരുന്നു നമ്മള്. അപ്പൊ അതിന്റെ പിന്നാലെയാണ്. എന്തായാലും നിക്കി ഒരു മിനിറ്റ് കേട്ടോ. റെസ്റ്റോറന്റ് അറിയോ? അവിടേക്ക് പോകണം. എത്ര രൂപയോ? ഓക്കെ കഴിക്കാൻ വരുമോ? ഇവര് ഫുഡ് കഴിക്കാൻ 1000 കൊടുക്കും. 1000 ഓക്കെ 1000. അവന് 2000, ചേട്ടന് 1000, 3000. ഒരു ഓടിയാണെന്ന് എനിക്ക് 2000 മതി. ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് ഇല്ല. ഓർഡർ ചെയ്തിട്ട് പൈസ ഇട്ടില്ലല്ലോ. ഇല്ല. അതാ ചോദിക്കാത്ത. ശരിയാ, വന്നില്ല. അപ്പൊ ഇവിടെയല്ല. ഇപ്പൊ റെസ്റ്റോറന്റ് മാറിയോ? കറക്റ്റ് 3 ആണോ? ഞാൻ നോക്കിയപ്പോ 3 കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വേറെ ഉണ്ടോ? എനിക്ക് തോന്നണ ഇനി മൂവാറ്റുപുഴ സൈഡിലെ കണ്ട ഒരു പുതിയ ഷോപ്പ് കുറെ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇതേ ഉള്ളൂ, അതേ ഉള്ളൂ, 2 ഉള്ളൂ. ബില്ലെടുത്തോ? ചേട്ടൊന്ന് നോക്കുവോ? ഇത് എന്റെ ഫോണിൽ ചാർജ് ചെയ്തോ. വേറെ TNT റെസ്റ്റോറന്റ് ഉണ്ടോ നാട്ടില്? ഇവിടെ അത് കഴിക്കണ്ടല്ലോ മൊത്തം. ഇത് അറിവണോ? കേട്ടതാ. അടുത്ത ലൊക്കേഷനിൽ പോണോ അതോ ക്വിറ്റ് ചെയ്യണോ? ക്വിറ്റ് ചെയ്യാ. ഇനി എന്തായാലും പോകാൻ പറ്റൂല. ഷവർമ ഓടിച്ചേരും ചേട്ടാ. ഇന്നില്ല, ഇനി ചിരിക്കല്ലേ ചെയ്യണ്ട. നീ ഒരു ചലഞ്ചല്ലേ ഏറ്റെടുത്തിട്ട് വിജയിച്ചായിരുന്നു. അങ്ങനൊന്നുമില്ല. ചിരിക്ക്. നീ ഇത് വിൻ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കാണിക്കേ. പുറത്തോട്ട് വാങ്ങി 30,000 രൂപ. നിനക്കില്ല ക്യാഷോ? വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങൾ കുറച്ച് മോശമാണ്. എനിക്ക് പൈസക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. കുറച്ച് കടത്തിന്റെ ഇതിലാണ് നിൽക്കുന്നത്. വേണ്ടാന്ന് പറഞ്ഞു പോയ ആളാണ് വീണ്ടും ഞാൻ പിടിച്ചു നിർത്തിയത്. എന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായോ? വീട്ടിലേക്ക് ഞാനൊരു 2000 രൂപ എടുത്തു. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കിടന്നുറങ്ങാൻ ബെഡ് ഇതൊന്നുമില്ല. ബാക്കി പൈസ ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. 3 മണിക്കൂർ 40 മിനിറ്റിൽ നമ്മളത് ഫൈൻഡ് ചെയ്തിരിക്കുമോ? ഇത് ഞാൻ നിനക്ക് വേണ്ട വേണ്ട. ഇത് ഞാൻ നിനക്ക് സ്നേഹത്തോടെ കുഴപ്പമില്ല. ഞാൻ നിനക്കൊരു ചേട്ടനായിട്ട് തന്നെ അത് നീ വെച്ചോ, കുഴപ്പമില്ല. വേണ്ട ചേട്ടാ. അത് വെച്ചോടാ. ഇരിക്കട്ടെ ചേട്ടാ. വേണ്ട. നീ കടയുടെ എന്തിനാ? അടുത്ത ജില്ലയിൽ ഏത് റെസ്റ്റോറന്റ് ആണെന്നും ഏത് കസ്റ്റമർ അത് ഫൈൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിയേക്കാം. ചിലപ്പോൾ അടുത്തത് നിങ്ങളാവാം. അപ്പോ ബൈ.